ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു അടിപൊളി കഥയിലേക്ക് സ്വാഗതം. കേൾക്കുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എല്ലാ കഥകളും മുഴുവനായിട്ട് കേൾക്കാൻ കൂടി ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ പുതിയ കഥ കേട്ടാലോ? ഈ കഥയുടെ കുറച്ച് ഭാഗം ഇതിനു മുൻപ് ഞാനൊരു കഥയായിട്ട് പോസ്റ്റ് ചെയ്തതാണ്. അത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യം മുതൽ പറയുവാണ് കേട്ടോ. ഇത് കുറേ കൂടി വലുതാക്കിയിട്ടുണ്ട് കഥ. മുഴുവനായിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് രേഷ്മയുടെ കഥയാണ് കേട്ടോ. രേഷ്മ ആരാണെന്ന് അറിയണ്ടേ? എൻ്റെ പേര് രേഷ്മ, 35 വയസ്സായി കേട്ടോ. ഇത് ഞങ്ങളുടെ കഥയാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡ് അരുണും ഞങ്ങൾ ഒരുമിച്ച് നടത്തിയ കുറേ ഫാൻറ്റസികളൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടാൽ മറ്റുള്ളവർക്ക് അറപ്പും വെറുപ്പുമൊക്കെ തോന്നുമെങ്കിലും ഞങ്ങൾക്കിതൊക്കെ ഇഷ്ടമാണ്. 10 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ആ സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെയുള്ള അറിവുകൾ വളരെ കുറവായിരുന്നു എന്ന് പറയാം. എന്നാൽ അവനാവട്ടെ യൂട്യൂബിൽ നിന്നും മറ്റു പലരിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ തെറ്റും ശരിയായിട്ടുള്ള പല അറിവുകളും പല രീതിയിലും അവൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാത്തിനെയും പറ്റി തുറന്ന് സംസാരിക്കാറുമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പതിയെ പതിയെ ഇതൊക്കെ അറിയാനും ആസ്വദിക്കാനും ഒക്കെ തുടങ്ങിയിട്ടോ. വർഷങ്ങൾ കഴിയുന്തോറും അതിൻ്റെ ഫാൻറ്റസികളൊക്കെ കൂടിക്കൂടി വരികയാണ് ചെയ്തത്. മറ്റു പലരെയും സങ്കല്പിച്ച് അവൻ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി. സ്വയമേ കുലിക്കാൻ തുടങ്ങിയ ആ കാലം തൊട്ട് തന്നെ അയൽക്കാരായ ചേച്ചിമാരുടെയും അവൻ്റെ മാമിമാരുടെയും ടീച്ചർമാരെയൊക്കെ ഓർത്തുകൊണ്ട് അവൻ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് അവൻ വിളമ്പാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്കത് കേൾക്കുമ്പോൾ ചെറിയൊരു ദേഷ്യം വിഷമമൊക്കെ തോന്നിയിരുന്നു. എങ്കിലും പിന്നീട് അവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഇവരുടെയൊക്കെ പേര് വിളിച്ചുകൊണ്ടായിരുന്നു പരാക്രമം കാട്ടുന്നത്. പതിയെ പതിയെ ഞാനത് ആസ്വദിക്കാൻ തുടങ്ങിയെന്ന് വേണം കേട്ടോ പറയാൻ. പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഞങ്ങളിങ്ങനെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ മറ്റ് ഓരോരുത്തരുടെ പേര് വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പുള്ളി. അവൻ്റെ ഈ ഒരു വൈകൃതങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ് ചെയ്തത്. ഞങ്ങളുടെ റിലേഷനെ ഇതൊന്നും ബാധിക്കാതിരിക്കാനും ചിലതൊക്കെ ഞാൻ ആസ്വദിക്കുന്നതിനാലും ഒക്കെ തന്നെ അതിനൊക്കെ ഞാൻ കൂടെ തന്നെ നിന്ന് കൊടുക്കുകയും ചെയ്തു. എൻ്റെ വസ്ത്രധാരണത്തിൽ പോലും അവൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയാം. എക്സ്പോസ്ഡ് ആയിട്ടുള്ള പല വസ്ത്രങ്ങളും ഞാൻ ധരിക്കുന്നതായിരുന്നു അവനിഷ്ടം. എന്നെ മറ്റുള്ളവർ വളരെ ഇഷ്ടത്തോടും വളരെ ആർത്തിയോടുമൊക്കെ നോക്കുന്നത് അവനെ എപ്പോഴും കൂടുതൽ തെറിപ്പിച്ച് നിർത്തിയിരുന്നു. ഓൺലൈൻ വഴി അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ അവൻ ഇടയ്ക്കിടെ ഓർഡർ ചെയ്ത് തന്നുകൊണ്ടിരുന്നു. അവൻ വിദേശത്താണ്. അതിനാൽ കൂടുതൽ സമയവും ഞങ്ങൾ പിരിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോഴൊക്കെ ഫോൺ വഴിയാണ് ഞങ്ങളുടെ പരിപാടികൾ. മിക്കപ്പോഴും അവന് ഫോട്ടോ അയച്ചു കൊടുക്കണം, അതും പല പോസിൽ. നല്ല കാണുമ്പോൾ തന്നെ തെറിക്കുന്ന രീതിയിലുള്ള എന്നെ അവൻ വിളിക്കുന്നത് എന്തൊരു ബോംബെന്നാണെന്നറിയോ? അവൻ അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. അത്രയ്ക്ക് ഇതാണത്രേ ഞാൻ. ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്കും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. വലിയ മുൻഭാഗവും പിൻഭാഗവും പിറകോട്ട് തള്ളി നിൽക്കുന്ന ഈ ഒരു പിൻഭാഗം കണ്ടിട്ട് അവൻ പലപ്പോഴും പറയാറുണ്ട് ആനയുടെ കൂട്ടൊക്കെയാണെന്ന് ഞാൻ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ പറയുന്നത്. നല്ല ഒതുങ്ങിയ അരക്കെട്ടും പരന്ന വയലിലെ ആഴത്തിലുള്ള പുക്കിൾച്ചുഴിയുമൊക്കെ എന്നും അവൻ്റെ വീക്ക്നെസ് തന്നെയായിരുന്നു. ആർക്കും എന്നെ കണ്ടാൽ ഒന്നടുത്തേക്ക് വരാൻ തോന്നുമെന്നാണ് അവനിടയ്ക്കിടെ പറയുന്നത്. അവനതൊരുപാട് ഇഷ്ടമാണത്രേ. എന്നെ മറ്റുള്ളവർ അടുത്ത് വന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നതൊക്കെ ഓർത്ത് ആ സ്വയം സുഖിക്കാറുണ്ടെന്നും പറയാറുണ്ട്. അതൊക്കെ ആദ്യം കേട്ടപ്പോൾ എനിക്കെന്തോ വല്ലായ്മ തോന്നിയെങ്കിലും പതിയെ പതിയെ ഞാനത് ആസ്വദിക്കാൻ തുടങ്ങി. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കാലം മുൻപ് നടന്ന ഒരു സംഭവമാണ് കേട്ടോ. അന്ന് ഞാൻ അരുണിൻ്റെ ഒപ്പം അല്ലാതെ മറ്റാരുടെയും കൂടെ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. അവൻ്റെ ആ ഒരു സാധനം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഫോണിലൂടെ സുഖിച്ചു കൊണ്ടിരുന്നപ്പോൾ അവനൊരാഗ്രഹം പറഞ്ഞു. അവന് ഞാൻ മറ്റാരുടെയെങ്കിലും കൂടെ കാര്യം സാധിക്കുന്ന ഒരു വീഡിയോ കാണണമെന്ന്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അവൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം എനിക്ക് സമ്മതിക്കേണ്ടി വന്നു എന്ന് പറയാമല്ലോ. അവനോട് സമ്മതിച്ചുവെങ്കിലും എൻ്റെ മനസ്സ് നിറയെ ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ആയിരുന്നു. ആരെയാണ് ഇതിനു വേണ്ടി കണ്ടെത്തുന്നത്? വിശ്വസിക്കാവുന്ന ആരുണ്ട് ഇവിടെ? പല മുഖങ്ങളും മാറി മാറി മനസ്സിൽ കൂടെ വന്നു. പിന്നെ വീടിന് കുറച്ചടുത്തുള്ള കിരണിൻ്റെ മുഖം മനസ്സിൽ വന്നു. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യമുള്ളപ്പോൾ അവനാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ മുറ്റത്ത് ലൈറ്റ് കത്താത്തപ്പോഴോ ഫാൻ വർക്ക് ചെയ്യാത്തപ്പോഴോ രാത്രി എന്തെങ്കിലും അത്യാവശ്യമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളപ്പോഴോ ഒക്കെ അവനാണ് വരാറുള്ളത്. ഞങ്ങൾ ഏകദേശം ഒരു പ്രായമാണ്. അവൻ്റെയും വിവാഹം കഴിഞ്ഞതാണ്. കറുത്ത നിറമാണെങ്കിലും അവനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് പലതവണ ഞാൻ അരുണിനോട് പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല എല്ലാ ജോലികളും ചെയ്ത് നല്ല ആരോഗ്യവുമുണ്ട് പുള്ളിക്ക്. ഇതുവരെയും അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള നോട്ടമോ ആംഗ്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല.
വളരെ മാന്യമായിട്ടാണ് അവൻ എന്നോട് പെരുമാറിയിട്ടുള്ളത്. അവൻ്റെ മനസ്സിൽ പോലും ചിലപ്പോൾ ഇങ്ങനെയൊന്നും കാണില്ല. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അവന് താല്പര്യമില്ലെങ്കിൽ നാണം കെട്ടത് തന്നെ. മാത്രമല്ല ഉള്ള വിലയും പോകും. എന്ത് ചെയ്യും? ഞാൻ ആലോചിച്ചു. ഏയ്, എന്നെപ്പോലെ ഒരു സാധനത്തെ കിട്ടിയാൽ ആരാ വേണ്ടെന്ന് വയ്ക്കുന്നേ? ആണുങ്ങൾക്കെല്ലാം എപ്പോഴും ഉള്ളിൽ ഒരു പെരുപ്പുണ്ടായിരിക്കും. ഞാൻ ഏതായാലും കിരണിൻ്റെ മനസ്സിലിരിപ്പൊന്ന് അറിയാനായിട്ട് തന്നെ തീരുമാനിച്ചു. എന്ത് പറഞ്ഞൊന്ന് അവനെ ഇങ്ങോട്ട് വിളിക്കും ആലോചിച്ചു. അപ്പോഴാണ് മറ്റേ ബെഡ്റൂമിലെ ഫാൻ വർക്ക് ചെയ്യാത്ത കാര്യം ഓർത്തത്. അന്ന് സന്ധ്യ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവനെ വിളിക്കാമെന്ന് കരുതി ഫോണെടുത്ത് ഡയൽ ചെയ്തു. രണ്ടാമത്തെ ബെല്ലിന് തന്നെ പുള്ളി ഫോൺ എടുക്കുകയും ചെയ്തു. ഹലോ, അവൻ പറഞ്ഞു. ആ കിരണേ, ഒരാവശ്യം ഉണ്ടായിരുന്നോ? ഒന്നിങ്ങോട്ട് വരാവടാ, അവൾ ചോദിച്ചു. എന്താ അടി കാര്യം? എന്താ രേഷ്മേ? അത്യാവശ്യമാണോ അതോ രാവിലെ വന്നാൽ മതിയോ? അവൻ ചോദിച്ചു. അത്യാവശ്യമാണെന്ന് ചോദിച്ചാൽ ഫാൻ കറങ്ങുന്നില്ല കിരണേ, അത്യാവശ്യം തന്നെ. മാത്രമല്ല എന്തൊക്കെയോ പൊട്ടലും ചീറ്റലും ഒക്കെ കേൾക്കുന്നുണ്ട് അതിൽ നിന്ന് സ്വിച്ച് ഇടുമ്പോൾ. എന്താണെന്ന് അറിയാതെ കിടന്ന ഉറക്കം വരില്ല. ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞു. അത് രേഷ്മേ, ഞാൻ പുറത്താ, വരാനൊരു 8 മണിയൊക്കെ ആവും. കുഴപ്പമുണ്ടോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് സാരമില്ലടാ, നീ ഫ്രീ ആകുമ്പോൾ വന്നാൽ മതി. അവൾ പെട്ടെന്ന് കുളിച്ച് കടുനീല നിറത്തിലുള്ള നല്ല മാച്ചിങ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതിന് മുകളിൽ അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സ്ലീവ്ലെസ് വെളുത്ത നൈറ്റിയും ധരിച്ചു. ലൈറ്റിൻ്റെ വെട്ടത്തിൽ നന്നായിട്ട് ഓളങ്ങളെ നൈറ്റിലൂടെ തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. നീട്ടി വളർത്തിയ 2 കൈയിലെയും നഖങ്ങളിൽ കടും നിറത്തിലുള്ള നെയിൽ പോളിഷും ഇട്ട് ചുണ്ടിൽ നെയിൽ പോളിഷിന് മാച്ചായിട്ടുള്ള ലിപ്സ്റ്റിക്കും ഇട്ടു. നനഞ്ഞ മുടി കെട്ടാതെ തന്നെ പിന്നിലേക്കിട്ടു. കൈകളിൽ നല്ല സുഗന്ധമുള്ള ക്രീമൊക്കെ പുരട്ടി ലോനെക്ക് നൈറ്റിക്ക് പുറത്തേക്ക് ഉയർന്നു നിന്നിരുന്ന മാറിടങ്ങളിലും അതിൻ്റെ വിടവുകളിലുമൊക്കെ ക്രീം പുരട്ടി കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ഒന്ന് സ്വയം വിലയിരുത്തി നോക്കി. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കണ്ടാൽ ആരായാലും നോക്കിയത് തന്നെ. ഇപ്പോൾ ഫോട്ടോ ഇട്ട് കൊടുത്താൽ അവനാണെങ്കിൽ ഫോണും കൊണ്ട് ഇപ്പോൾ ബാത്റൂമിൽ പോകും. ഓർത്തപ്പോൾ എനിക്ക് ചിരി വന്നു. അരമണിക്കൂറോളം കഴിഞ്ഞ് കാണും. മുറ്റത്തൊരു ബൈക്ക് വന്നു നിന്നതിൻ്റെ ശബ്ദം കേട്ടു. കിരണാണ്. അവൾ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു പെർഫ്യൂം കൂടി അടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവളെ കണ്ടതും അവൻ അത്ഭുതപ്പെട്ട് നോക്കി വായും തുറന്നു നിന്ന് പോയി. ആദ്യമായാണ് രേഷ്മ ഇങ്ങനെ കാണുന്നത്, അതും ഇത്ര സൂപ്പറായിട്ട്. കണ്ടപ്പോൾ തന്നെ തെറിച്ചു. സീറ്റ് ഔട്ടിൻ്റെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവളുടെ അങ്കലാവണ്യങ്ങളും അടിവസ്ത്രങ്ങളുമൊക്കെ വ്യക്തമായി അല്ലെങ്കിലും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇരുട്ടിൻ്റെ നിശബ്ദതയിൽ അവളെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു നിമിഷത്തേക്ക് അവനാകെ തെറിച്ചു പോയെന്ന് തന്നെ പറയാം. പെട്ടെന്ന് മനസ്സ് നിയന്ത്രിച്ചവൻ ചോദിച്ചു. ഏത് ഫാനാ രേഷ്മേ? അകത്തെ മുറിയില്ല, വാ നീ. അവനെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരു കൈലിയും ടീഷർട്ടുമാണ് അവൻ്റെ വേഷം. ഞങ്ങൾ അകത്തേക്ക് കയറി. അവൻ സ്വിച്ച് ഓണാക്കിയും ഓഫാക്കിയും ഒക്കെ നോക്കി. ഫാൻ അനങ്ങിയില്ല. ഒരു കസേരയിൽ കയറി ഫാൻ ശരിയാക്കാൻ അവനൊരു ശ്രമം നടത്തി. എന്നാൽ ഉയരം കുറവായതിനാൽ എത്തുന്നില്ലായിരുന്നു. വേറെ ഉയരമുള്ള എന്തെങ്കിലും കിടപ്പുണ്ടോ? അവൻ ചോദിച്ചു. ടെറസിൽ ഒരു മേശ കിടപ്പുണ്ട്, അവൾ പറഞ്ഞു. 2 പേരും കൂടി മുകളിലത്തെ നിലയിലേക്ക് പോയി. അവളാണ് മുൻപിൽ നടന്നത്. അവൻ രേഷ്മയുടെ പിൻഭാഗത്തേക്ക് നോക്കി. ഉയർന്നു മുഴുത്ത അവളുടെ പിൻഭാഗങ്ങൾ തണ്ണിമത്തം പോലെയുണ്ട്. അവൾ ഓരോ അടി വയ്ക്കുമ്പോഴും നല്ല താളത്തിൽ അവ കുലുങ്ങുന്നുണ്ട്. അവനാണെങ്കിൽ ആകെ പെരുക്കുന്നുണ്ടായിരുന്നു. മുകളിലത്തെ നിലയിൽ നിന്നും മേശ 2 പേരും കൂടി കഷ്ടപ്പെട്ട് താഴേക്ക് കൊണ്ടുവന്നു. മേശയുടെ മുകളിലേക്ക് ഒരു കസേര ഇട്ടിട്ട് കിരൺ അതിലേക്ക് കയറി. അപ്പോൾ കസേര ചെറുതായൊന്ന് കുലുങ്ങി. അവളാണെങ്കിൽ കസേര വീഴാതിരിക്കാനായി അതിന്മേലൊന്ന് പിടിച്ചു. അവൻ താഴേക്ക് നോക്കി. ഓ, അവളുടെ മാറിടങ്ങൾ വിങ്ങി നിൽക്കുന്നത് പോലെയാണ് തോന്നിയത്. ഒരാറ്റ സാധനം തന്നെ. അവൻ്റെ കൂട്ടൻ പതിയെ ഉയരാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് അവൻ്റെ ബാലൻസ് തെറ്റി കസേര ഒന്ന് ഇളകി. അവൾ അവൻ്റെ തുടയിൽ പെട്ടെന്നൊന്ന് പിടിച്ചു. അവളത് മനഃപൂർവ്വം തന്നെ ചെയ്തതായിരുന്നു. എങ്ങനെയെങ്കിലും ഇവൻ്റെ മനസ്സറിയണം ഓർത്തു. അവളുടെ നനുത്ത കൈകൾ അവൻ്റെ തുടയിൽ. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ അമരുന്നുണ്ടോ? അവൻ പതുക്കെ എന്നെ നോക്കി. ഇടയ്ക്കിടെ അവൻ തൻ്റെ മാർദ്ദങ്ങളിലേക്ക് നോക്കുന്നത് കാണുന്നുണ്ടായിരുന്നു അവൾ മുകളിലേക്ക് നോക്കി. ആഹാ, പുള്ളിക്കാരൻ തെറിച്ച് നിൽക്കുകയാണല്ലോ. അവന് നല്ല മൂഡായിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇത് തന്നെയായിരുന്നു അവൾക്കും വേണ്ടത്. അവൾ അവനെ കൂടുതൽ മൂടാക്കാൻ തന്നെ തീരുമാനിച്ചു. അവൻ ഒന്നുകൂടി കസേര കുലുക്കിയപ്പോൾ അവളുടെ കൈകൾ അറിയാത്ത രീതിയിൽ കുറച്ചുകൂടി മുകളിലേക്ക് നീങ്ങി. അവൻ്റെ രോമാവൃതമായ കാലിലൂടെ അവളുടെ നനുത്ത കൈകൾ ഇഴങ്ങി നടന്നു. അവൻ്റെ ബാലൻസ് ശരിക്കും തെറ്റി. അവൻ താഴേക്ക് വീഴാൻ തുടങ്ങി. അവൾ അവനെ ബലമായിട്ടൊന്ന് പിടിച്ചെങ്കിലും കസേരയും അവനും താഴേക്ക് മറിഞ്ഞു. അവൾക്ക് അവൻ്റെ കൈലിൽ മാത്രമേ പിടി കിട്ടിയുള്ളൂ. അതാണെങ്കിൽ പതിയെ തെറിച്ച് പോരുകയും ചെയ്തു. അവൻ കട്ടിലിലേക്ക് വീണതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല എന്ന് പറയാം. പക്ഷെ അവൻ്റെ കിടപ്പ് കണ്ടപ്പോഴേക്കും അവൾക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളായി തുടങ്ങിയിട്ടോ. അവൾ പെട്ടെന്ന് നോക്കിയത് അവിടേക്ക് തന്നെയാണ്. അതെ, അവിടേക്ക് തന്നെ. ആകെ പെരുത്ത് നിൽക്കുകയാണ് ചെറുക്കൻ. പെട്ടെന്ന് അവൾ അവിടേക്ക് ഓടിച്ചെന്നിട്ട് അവനരികിൽ ചെന്ന് കുനിഞ്ഞ് നിന്നിട്ട് അവനോട് ചോദിച്ചു. എന്തേലും പറ്റിയോ കിരണേ? എവിടെയെങ്കിലും ഇടിച്ചോ? അവൾ അവൻ്റെ ഉയർന്നു നിൽക്കുന്നിടത്തേക്ക് തന്നെയായിരുന്നു വീണ്ടും നോക്കിയത്.
അവന് മനസ്സിലായി അവൾ എവിടേക്കാണ് നോക്കുന്നതെന്ന്. പക്ഷെ അവൻ്റെ നോട്ടം പോയത് അവളുടെ നിറഞ്ഞു വിങ്ങിയ മാർദ്ദങ്ങളിലേക്കാണ്. ആ കരിക്കും കുലകളാവട്ടെ സ്വാതന്ത്ര്യം കൊതിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. അവന് അവയെ കയ്യിലെടുക്കാനാണ് തോന്നിയത്. അവൾ പതുക്കെ ആ കയ്യിൽ അങ്ങേട്ട് നീട്ടി. ഓ, എന്തായാലും കട്ടിലേക്ക് വീണതുകൊണ്ട് ഒന്നും പറ്റിയില്ലല്ലേ. അവൻ കസേര നേരെയാക്കി വീണ്ടും കയറാനായിട്ട് ഭാവിച്ചു. വെയ്യെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ സമയം പോലെ വന്നാൽ മതി കിരണേ, അവൾ പറഞ്ഞു. എന്തായാലും വന്നതല്ലേ, ഇനിയിപ്പം നോക്കിയിട്ട് പോവാം. അതും പറഞ്ഞ് അവൻ വീണ്ടും കയറി. ശ്രദ്ധിക്കണേ, ഞാൻ പിടിച്ചോളാം, അവൾ പറഞ്ഞു. അവൻ കസേരയിൽ കയറിയത് അവൾ കസേരയ്ക്ക് അഭിമുഖമായിട്ട് വന്നു നിന്നു. നേരത്തെ പിടിച്ച പോലെ പിടിച്ചിട്ട് കാര്യമില്ല. അപ്പം മേശപ്പുറത്ത് കയറിയിട്ട് അവൾ പതിയെ കിരണിൻ്റെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചു. അറിഞ്ഞും അറിയാതെയും ഇടയ്ക്കിടെ അവൻ്റെ ലേഖാനിലിട്ടൊന്ന് തട്ടുന്നുമുണ്ടായിരുന്നു അവൾ. അവൻ നല്ല മൂത്ത് നിൽക്കുകയാണെന്ന് മനസ്സിലായിട്ടുണ്ട് പെണ്ണിന്. അവൻ തന്നെ എന്തൊക്കെ ചെയ്യാനായിട്ട് ആർത്തി മൂത്തിരിക്കുകയാണ്. അവൾ കണക്ക് കൂട്ടി. നാളെ ഒന്നുകൂടെ വിളിക്കാം, അവൻ ഏതായാലും വരും. അപ്പോൾ അവനറിയാതെ മുറിയിലൊരു ക്യാമറ സെറ്റ് ചെയ്ത് അരുണ് പറഞ്ഞ പോലെ വീഡിയോ എടുത്തയക്കാം. ഇന്നിപ്പോൾ ഇവനെ പറഞ്ഞു വിട്ടേക്കാം. സാരമില്ല കിരണേ, ശരിയാവുന്നില്ലെങ്കിൽ വിട്ടേക്ക്, അല്ലെ നാളെ ഒന്ന് നോക്കിയാലും മതി. ഇന്നെന്താ ഇത്രയും വൈകിയില്ലേ, അവൾ പറഞ്ഞു. അവൻ അവളുടെ ആ ഒരു ശരീരത്തിലേക്ക് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവളുടെ സ്പർശനത്തിൽ അവനാകെ ഹരം കൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ അവിടെ നിന്ന് പോകാൻ ഒട്ടും മനസ്സ് തോന്നിയില്ല എന്ന് തന്നെ പറയാം. ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും പണി പറ്റിക്കണം അവൻ ഓർത്തു. അവൻ്റെ ശരീരം മുഴുവൻ ചൂടുപിടിച്ചിരിക്കുകയായിരുന്നു. ആകപ്പാടെ വിശന്ന പാമ്പിനെ പോലെ മാളത്തിലിരുന്ന് വിങ്ങുകയായിരുന്നു അവൻ. അവനറിയാതെ തന്നെ അവൻ്റെ ശരീരം അതിനായിട്ട് കൊതിച്ചു തുടങ്ങി. ഇറുക്കി പിടിച്ചിരുന്ന അവളുടെ കൈകളിൽ അവന് തൻ്റെ ആ ഒരു ലേഖാനെടുത്ത് കൊടുക്കാനായിട്ടായിരുന്നു തോന്നിയത്. അവൾക്ക് കാര്യം മനസ്സിലായി. തൻ്റെ പ്രയോഗം ഇത്തിരി കൂടിപ്പോയോ. അവൻ്റെ ആകെപ്പാടെ പെരുത്ത് നിൽക്കുകയാണ്, കൺട്രോളിൽ പോയി നിൽക്കുകയാണ്. ഇവ മിക്കവാറും ഇപ്പോൾ തന്നെ ആകെ പ്രശ്നമാക്കുമെന്ന് തോന്നുന്നു. അതിനുള്ള അവസരം കൊടുക്കരുത്. പെട്ടെന്ന് ഞാൻ ഓർത്തു, ക്യാമറ ഒന്നും റെഡിയല്ല. അവൾ അവൻ്റെ ശരീരത്തിൽ നിന്നും പതിയെ പിടിവിട്ടു. കസേരയിൽ മാത്രം പിടിച്ചു. അവൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും പോയി നിൽക്കുകയായിരുന്നു. അവൻ നല്ലതുപോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആകെപ്പാടെ എല്ലാ നിയന്ത്രണവും വിട്ടു നിൽക്കുന്ന അവൻ അവിടെ നിന്നും ഒട്ടും തന്നെ പോകാൻ മനസ്സ് വന്നില്ല. മതി, ഇറങ്ങുകിരണേ, ശരിയാവുന്നില്ലല്ലോ, അവൾ തീർത്തു പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അവൻ ഇറങ്ങുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ആ റൂമിൽ നിന്ന് അവർ ഇറങ്ങാനായി തുടങ്ങിയതും കറണ്ടങ്ങ് പോയി. കുറ്റാക്കുറ്റിരുട്ട്. ടോർച്ച് എടുത്തുകൊണ്ട് ഞാൻ വരാം, അവൾ പറഞ്ഞു. ഇരുട്ടിൽ പാരതി വന്നിട്ട് അവൾ വന്ന് ഇടിച്ചത് അവൻ്റെ ദേഹത്തേക്കായിരുന്നു. ഇത് തന്നെ അവസരമെന്ന് അവന് മനസ്സിലായി. അവൻ അവളെ ഇറുകി പുണർന്നു. കിരണ വേണ്ട, അവൾ എതിർത്തു നോക്കി. വിശന്ന് വലഞ്ഞിരിക്കുന്ന ചെന്നായെപ്പോലെ അവളെ അടിമുടി തിന്നാനാണ് അവന് തോന്നിയത്. അവൾക്കാണെങ്കിൽ അവൻ്റെ കൈകളിൽ കിടന്ന് പുളയാനേ കഴിഞ്ഞുള്ളൂ. അവനെ എതിർക്കാനുള്ള കരുത്തൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ അവൻ്റെ ആകപ്പാടെ പെരുത്തിരുന്ന ശരീരഭാഗങ്ങൾ അവളെ വളച്ചൊതുക്കി കഴിഞ്ഞിരുന്നു. അവൾക്കും ഹരം കയറി തുടങ്ങി. എതിർപ്പിൻ്റെ ശക്തി കുറഞ്ഞു വന്നു. കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ തന്നെ അവളെ ഞെരിക്കാനായി തുടങ്ങിയവൻ. അരുണല്ലാതെ മറ്റൊരാൾ ആദ്യമായാണ് തൻ്റെ ശരീരത്ത് തൊടുന്നത്. അവൾക്ക് എവിടേക്കോ ഒരു നനവ് അനുഭവപ്പെട്ടു. അവളെ നിലത്തിരുത്തിയിട്ട് അവൻ എന്തിനോ ഭാവിക്കുകയായിരുന്നു. പക്ഷേ അത് കണ്ടതും അവൾ ഞെട്ടിപ്പോയി. അരുണിൻ്റെ ചെറുക്കൻ ഇതിനു മുൻപിൽ ഒന്നുമല്ല, തനിക്ക് ജ്യൂസ് തരാനുള്ള പുറപ്പാടാണ്. പക്ഷേ അവൾ ആസ്വദിച്ചു തന്നെയാണ് അതും ചെയ്തത്. അരമണിക്കൂറോളം നീണ്ടു നിന്ന അവൻ്റെ പ്രയോഗത്തിൽ അവൾ ശരിക്കും തളർന്നു പോയിരുന്നു. മുൻവാതിലിലും പിൻവാതിലിലും ഒക്കെ തന്നെ കയറ്റിയിറക്കി. ആദ്യമായാണ് പിൻവാതിലിലൂടെ ഒരാൾ കയറുന്നത്. ഇതിനിടയിൽ അരുണിൻ്റെ ഫോൺ വന്നു. ഫോൺ എടുക്കുമ്പോൾ കിരൺ തന്നെ വിടുമെന്ന് കരുതിയ അവൾ തെറ്റിപ്പോയിരുന്നു. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടും അവൻ അനങ്ങിയില്ല. അവൻ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. ഹലോ, അരുൺ പറഞ്ഞു. ഹലോ, അവൾ വിക്കി പറഞ്ഞു. അവളുടെ കണ്ണുകൾ കൂമ്പി അടയുകയായിരുന്നു. എന്തു പറ്റി രേഷു, എന്താ വല്ലാതെ സംസാരിക്കുന്നേ? ഒന്നുമില്ല, പിന്നെ പറയാം. അരുണേ, ഇത്തിരി കഴിഞ്ഞ് വിളിക്കുമോ? അവൾ വിക്കിയും കുറച്ച് ഞെരുങ്ങിയും ഒക്കെയാണ് പറഞ്ഞു തീർത്തത്. ഓക്കെ, അവൻ കട്ട് ചെയ്തു. രേഷ്മയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. താൻ സ്വർഗം കാണുകയാണ്. അവൾ കുറക്കെ അലറാനാണ് തുടങ്ങിയത്. കിരൺ പിന്നെയും വിടാനുള്ള ഉദ്ദേശമല്ല. അവൻ തൻ്റെ കലാപരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു നേരത്തെ അധ്വാനത്തിന് ശേഷം വീണ്ടും രേഷ്മയിൽ നിന്നും ശബ്ദങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. ആകപ്പാടെ ഒരലർച്ചയോടുകൂടി കിരൺ കട്ടിലേക്ക് വീണു. കുറച്ചു നേരം അങ്ങനെ തന്നെ കിടന്നു. അപ്പോഴേക്കും കറണ്ട് വന്നു. അവൻ പോകാനായി പെട്ടെന്ന് എഴുന്നേറ്റു. രേഷ്മ അതേ കിടപ്പിൽ തന്നെയാണ്. അവൾ ആകെ തളർന്ന് അവശയായിപ്പോയിരുന്നു. ഞാൻ പോവാണ് കേട്ടോ, അവൻ്റെ കള്ളച്ചിരിയോടെ രേഷ്മയോട് പറഞ്ഞു. ഫാൻ ശരിയാക്കിയിട്ടില്ല, അതേ കള്ളച്ചിരിയോടെ അവളും പറഞ്ഞു. ഇനിയും സമയമുണ്ടല്ലോ പെണ്ണേ, നാളെ വരാം ഞാൻ. അവളുടെ പിൻഭാഗത്തേക്ക് തടവിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. എന്നിട്ട് പതിയെ തിരിഞ്ഞു നടന്നു.